രാവിലെ ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ഈ ഫോൺ നോണ്ടി നിൽക്കുമ്പോഴാണ് ഉമ്മാം ഒരു കാര്യം വന്ന് പറഞ്ഞത്. വേറൊന്നല്ല, എത്ര നാളായി ആ ചെടിക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ആ ചെടീനൊന്ന് വെള്ളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നോക്കിക്കൂടി, എത്ര നാളായി തിരിഞ്ഞ് നോക്കിയിട്ട് കാട് പിടിച്ച് കിടക്കുകയെന്ന്. ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ചെടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഉമ്മാമ നല്ല കലമ്പം അങ്ങോട്ട് തന്ന്. അപ്പോൾ അതോടുകൂടി ഞാൻ അങ്ങോട്ട് തീരുമാനിച്ച് ഇന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ രാവിലെ തന്നെ ഇല്ല പരിപാടിയാണ്. ചെടിച്ചട്ടികളിലെ കാടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല നീറ്റായി സെറ്റാക്കി വെക്കണം എന്നില്ല തീരുമാനം എടുത്തിട്ട് ഞാൻ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റിസ്വാന ഇസ്മായിൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നൊരു പുതിയ ദിവസം നല്ല തുടക്കമായിട്ട് തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇനി ക്ലീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഓരോ ചട്ടികളിലെ കാടൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ പുറമെ ഭാഗത്ത് ഫുൾ കാട് പിടിച്ച് കിടക്കുന്നത് അത് വേറൊരു കാര്യം. അപ്പോൾ അതൊന്നും തൊടാൻ പറ്റില്ല. ഞാൻ ചട്ടി വൃത്തിയാക്കി വളം ഇട്ട് കൊടുക്കണം, വെള്ളം ഒഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. പക്ഷേ അത് വലിയൊരു സംഭവമായിട്ട് മാറി. ഞാൻ പിന്നെ ഒരു കാര്യം കൂടി വിചാരിച്ചു, ഇന്ന് മൊത്തത്തിലൊന്ന് നന്നാവണമെന്ന് തീരുമാനിച്ചു എന്നതുകൊണ്ട് ഗേറ്റിൻ്റെ അവിടെയും ഒരു ചെടി നടാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് പണ്ടേ ഈ ഒരു ചെടി അവിടെ നടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തൈ എടുത്തിട്ട് ഞാൻ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് കുത്തി കൊടുക്കുകയാണ്. ക്ലീനാക്കി മെനക്കെടാനൊന്നും നിൽക്കുന്നില്ല, വെറുതെ ഒന്ന് അവിടെ ഒരു കുഴിച്ച് അവിടെ ഒന്ന് കുത്തി കൊടുത്തു, അത്രയേ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. കാണുന്നില്ലേ, കാട് മൊത്തം കാട് കയറി കിടക്കുകയാണ്. മഴയൊക്കെ നല്ല മഴയൊക്കെ കിട്ടിയതല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വെർട്ടിക്കൽ ഗാർഡനും ഒന്ന് നന്നാക്കി പോട്ടൊക്കെ എടുത്ത് പുറത്തെടുത്ത് മണ്ണൊക്കെ കളഞ്ഞ് റീപ്പോർട്ട് ചെയ്ത് പുതിയ പ്ലാന്റ്സൊക്കെ ചെയ്ത് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഇപ്പം വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് നന്നായിട്ട് വളർന്ന് വന്നിനെങ്കിൽ ഇനി വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഉള്ളിൽ വരുമ്പോഴത്തേക്ക് ഇത് ടേബിളൊക്കെ ഇവർ ശരിയായിട്ട് എടുത്തു വെക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ ഓടിക്കളിക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്ലാസ് കുറച്ച് തെന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ എടുത്ത് വെക്കുന്ന സമയത്ത് ഞാൻ ആ സ്റ്റൂണും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും ആക്കിയിട്ടില്ല, പെട്ടെന്ന് എടുത്ത തീരുമാനം. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സദ്യ കഴിക്കണമെന്ന്. ഞങ്ങൾ ഓണത്തിൻ്റെ പരിപാടിക്കൊന്നും വിട്ടില്ല, സ്കൂളിൽ നിന്നുള്ള സദ്യ ഒന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾ സദ്യ ആക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് സദ്യ ആക്കണ്ട, നമ്മൾ ആക്കി എല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേക്കും നമുക്കൊരു കഴിക്കേണ്ട ഒരു മൂഡ് പോവും, ആ ഒരു ത്രില്ല് പോവും. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പുറത്തുനിന്ന് ലഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഓണത്തിന് മുന്നേ ഇല്ലയാണ് കേട്ടോ, ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഇത്ര ലേറ്റായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഉപ്പാനോട് പറഞ്ഞു നമുക്കിങ്ങനെ ലഞ്ച് പുറത്തുനിന്നാക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ചടവട തീരുമാനമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നടന്നിട്ടാണ്. ഉപ്പ അതേപോലെ തന്നെ തീരുമാനിച്ച പോലെ തന്നെ ടൗണിലേക്ക് പോയി അവിടുന്ന് നിസ്കരിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ലഞ്ച് കൊണ്ടുവന്നു. ഏകദേശം നല്ലൊരു ആവറേജ് ഫുഡ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ടൗണും തിരിച്ചെത്തുമ്പോഴത്തേക്ക് ചൂട് ചെറുതായിട്ട് കുറഞ്ഞു പോയെന്ന് ഡൗട്ടുണ്ട്. പക്ഷേ കറികളൊക്കെ നല്ല നല്ല ആവറേജ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വീട്ടിൽ നിന്നാക്കുന്ന ഒരു സംതൃപ്തി വരില്ല, എന്നാലും ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു കാര്യങ്ങൾ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് അടുക്കളയിൽ ഉച്ചക്കത്തെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായി അടിപൊളി ഒരു 10 കറികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 2 തരം പായസം അടക്കം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഉമ്മാക്കാണ്, കാരണം ഇന്നത്തെ പണി കഴിഞ്ഞ് കിട്ടി. പിന്നെ എന്താ, നമ്മളെപ്പോഴും ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകരുതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളിവിടുന്ന് റെഡിയായി എന്നിട്ട് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഒരു ക്ഷീണം വന്നിട്ടുണ്ടാകും. പോരാത്തതിന് നല്ല വിശപ്പ്, വീട്ടിലെത്തുമ്പോഴത്തേക്കും പ്രത്യേക ഒരു വിശപ്പ് വന്നിട്ടുണ്ടാകും. ഇതാകുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കഴിച്ച് പായസവും ഇതൊക്കെ കുടിച്ച് അതേ ഒരു ലെവലിൽ മന്ദക്കൻ ലെവലിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ കടന്നുറങ്ങാം. അതേപോലെ തന്നെ എന്താ പറയുക, കുട്ടികളെയും കൂട്ടിയിട്ട് ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നതും ഒഴിവാക്കിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ പാർസൽ വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് കഴിക്കുന്നതാണ്. പുറത്ത് പോകാൻ ഇഷ്ടമല്ലായിട്ടല്ല, ഈ ഒരു സാഹചര്യത്തിൽ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്. കിട്ടിയത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആഗ്രഹിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് സംതൃപ്തിപ്പെടാമെന്ന് പറയില്ലേ, അതാണ് ഏകദേശം ഉണ്ടാകും.
അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ കറികളും ചോറുകളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാനിത് കഴിക്കാൻ പോയെന്ന്. വീട്ടിൽ നിന്ന് കുറച്ച് മീൻ പൊരിച്ചെടുത്തു കേട്ടോ. മീൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് പൊരിച്ചെടുത്താണ്. അതും കൂടി കിട്ടിയപ്പോൾ സെറ്റായി. ഞങ്ങൾക്ക് ഇന്ന് നോൺ വെജ് മാത്രമാവില്ല, എന്തായാലും ഒരു മീനോ പൊരിച്ചതോ എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ ലാസ്റ്റ് ഇതാ പ്രഥമനും കൂടി കുടിച്ചിട്ട് സെറ്റായി. അന്നത്തെ ദിവസം അടിപൊളി. പിന്നെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയതുകൊണ്ട് ബാക്കി വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, ഇത്രയും എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.